ിരിക്കുന്ന ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളെ, മലങ്കര സഭ വളരെ സന്തോഷത്തോടുകൂടി പരിശുദ്ധ കാതോലിക്ക ബാവായുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളെ വിളിച്ചു ചേർക്കണമെന്ന് സഭയുടെ മാനേജിംഗ് കമ്മിറ്റി നിശ്ചയിച്ചപ്പോൾ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എത്ര പേരുണ്ട് എന്ന് കണക്കെടുത്തപ്പോൾ 400-ലധികം ജനപ്രതിനിധികളുണ്ട് എന്നറിഞ്ഞ് സന്തോഷിക്കുന്ന ഒരു അവസരമാണിത്. കഴിഞ്ഞ പ്രാവശ്യത്തേതിനേക്കാൾ ഇരട്ടിയിലധികം ജനപ്രതിനിധികളെ നേടിയ വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ് മലങ്കര സഭ ഇവിടെ ഈ സമ്മേളനത്തിൽ കാണുന്നത്. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് എല്ലാവരെയും ക്ഷണിച്ചു വരുത്തുന്നതിനു വേണ്ടി പ്രത്യേകമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി ഇവിടെ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. ഒട്ടുമിക്ക ആളുകളും പ്രതിനിധികളും എത്തിച്ചേരും എന്ന് അറിയിച്ചു. ചില ഗ്രാമസഭകൾ ഒക്കെ നടക്കുന്നത് കൊണ്ട് മെമ്പർമാർ വിട്ടുനിൽക്കുന്നത് ശരിയല്ല എന്നുള്ള കാരണത്താൽ അവർ ഇന്ന് എത്തിച്ചേരുകയില്ല എന്നുള്ള വിവരവും അറിയിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, AD 52 വിശുദ്ധ തോമാസ് ശ്ലീഹായാൽ സ്ഥാപിതമായ മലങ്കര സഭ, ഈ മലങ്കര സഭയുടെ ദേശീയതയ്ക്ക് വേണ്ടി പടപൊരുതിയ, ദേശീയതയ്ക്ക് വേണ്ടി നിലകൊണ്ട, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ മലങ്കര സഭയുടെ ഇന്ന് ഭാരതത്തിൽ മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത ത്രിതല പഞ്ചായത്ത് ഭരണ സംവിധാനത്തിൽ, ആ ഭരണ സംവിധാനത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന നിങ്ങൾ തീർച്ചയായും മലങ്കര സഭയ്ക്ക് അഭിമാനമാണ്. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് ചുക്കാൻ പിടിച്ച ഒരു സഭയാണ്. 1653 കൂനൻകുരിശ് സത്യം വൈദേശിക മേധാവിത്വത്തിനെതിരെയുള്ള ആദ്യത്തെ സമരമായിരുന്നു. 1857 ശിപ്പായി ലഹളയെ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് ചിലരൊക്കെ വിശേഷിപ്പിച്ചുവെങ്കിൽ അതിനേക്കാൾ എത്രയോ കാലം മുമ്പ് മലങ്കര സഭ വിദേശ ആധിപത്യത്തിനെതിരെ ശബ്ദമുയർത്തി എന്നുള്ളതിന്റെ തെളിവാണ് 1653 കൂനൻകുരിശ് സത്യം. നമുക്കേവർക്കും അറിയാവുന്ന നമ്മുടെ സഭയുടെ ഭരണഘടന 1934 ഭാരതത്തിൽ സ്വതന്ത്ര ഭാരതത്തിന് ഒരു ഭരണഘടന ഉണ്ടാകുന്നതിന് എത്രയോ കാലം മുമ്പ് മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് ജനാധിപത്യ വ്യവസ്ഥിതിയിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടന ഉണ്ടായി എന്നുള്ളതിൽ നമ്മൾ അഭിമാനിക്കേണ്ടിയിരിക്കുന്നു. മലങ്കര സഭ കഴിഞ്ഞ കാലങ്ങളിൽ നിരവധി നല്ല നേതാക്കളെ ഈ രാഷ്ട്രത്തിന് സമ്മാനിച്ചിട്ടുണ്ട്. നമുക്കേവർക്കും അറിയാം, യശശരീരനായ CM സ്റ്റീഫൻ, മലങ്കര സഭയുടെ അരുമസന്താനം, ഇന്ത്യൻ ജനതയുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന തരത്തിലേക്ക് വളരുകയും മലങ്കര സഭയ്ക്ക് അഭിമാനമായി തീരുകയും ചെയ്തു. യശശരീരനായ ഈ ജോൺ ജേക്കബ് അവറുകൾ മലങ്കര സഭയുടെ പുത്രനായിരുന്നു. ഇന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന, ഭാവിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുവാൻ പോകുന്ന ശ്രീ ഉമ്മൻചാണ്ടി മലങ്കര സഭയുടെ അഭിമാന പുത്രനാണ്. ഇന്ദിരാഗാന്ധിക്ക് ഒപ്പം നിന്നുകൊണ്ട് എന്തെല്ലാം സഹായങ്ങൾ ചെയ്യാമോ, എന്തെല്ലാം ഉപദേശങ്ങൾ ചെയ്യാമോ അതെല്ലാം ചെയ്തുകൊണ്ട് രാജ്യത്ത് ശ്രദ്ധേയനായ ശ്രീ PC അലക്സാണ്ടർ മലങ്കര സഭയുടെ അംഗം, ഇന്ന് സോണിയാഗാന്ധിയുടെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട V. ജോർജ് അവറുകൾ മലങ്കര സഭയുടെ അംഗം. അങ്ങനെ നല്ല നല്ല സംഭാവനകൾ രാഷ്ട്രത്തിന് സമർപ്പിക്കുവാൻ ഈ മലങ്കര സഭയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ സഭ അഭിമാനത്തോടെ നിലകൊള്ളുകയാണ്. സഭ രാഷ്ട്രീയത്തിൽ ഇടപെടാറില്ല. പക്ഷേ സഭാംഗങ്ങൾക്ക് തീർച്ചയായും രാഷ്ട്രീയ അവബോധം ഉണ്ടാകണം. നമുക്കറിയാം, 1984 ഒക്ടോബർ മാസം 31 ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ച സംഭവം, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ നടന്ന ദാരുണമായ ഒരു സംഭവം. അതിനുശേഷം നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത് 4-3 ഭൂരിപക്ഷത്തോടെയാണ്. ബീഹാറിലും ഉത്തർപ്രദേശിലുമൊക്കെ എല്ലാ സീറ്റിലും കോൺഗ്രസ് വിജയിച്ചു. നമ്മളെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു പ്രശ്നം കോട്ടയത്ത് അന്ന് നിലവിലുണ്ടായിരുന്നു. എല്ലാവരുടെയും
ശ്രദ്ധയിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ രവിയച്ഛൻ നിരപരാധിയായ ഒരു അച്ഛൻ, ഒരു വൈദിക ശ്രേഷ്ഠൻ വെറുതെ ജയിലടികൾ എണ്ണേണ്ട സാഹചര്യം ഇവിടെ ഉണ്ടായി. അന്ന് മലങ്കര സഭയുടെ അധിപന് അത് വളരെ വേദനിപ്പിക്കുന്ന ഒന്നായിരുന്നു. മലങ്കര സഭയുടെ അധിപൻ വട്ടക്കുന്നേൽ ബാവ എന്ന് സാധാരണക്കാർ വിളിക്കുന്ന മാത്യൂസ് പ്രഥമൻ ബാവ വളരെ വിഷമിച്ച സാഹചര്യം. കാരണം ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടുന്നത് കണ്ടിട്ട് നമ്മളെ സഹായിക്കുവാൻ ആരും എത്തിയില്ല. പക്ഷേ വട്ടക്കുന്നേൽ ബാവായുടെ, മാത്യൂസ് പ്രഥമൻ ബാവായുടെ ഉള്ളിലെ പ്രയാസം നെഞ്ചിലേറ്റിക്കൊണ്ട് കോട്ടയത്തെയും മാവേലിക്കരയിലെയും വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങിയപ്പോൾ കോട്ടയത്തും മാവേലിക്കരയിലും പരാജയം ഏറ്റുവാങ്ങേണ്ട സാഹചര്യം ഉണ്ടായി. അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന ഇവിടുത്തെ ഗവൺമെന്റിന്റെ സ്ഥാനാർത്ഥികൾക്ക് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം മാത്രം. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇപ്പോൾ അറിയാവുന്നതുപോലെ നമ്മുടെ മലങ്കര സഭയുടെ അംഗം ശ്രീ ടി.എം. വർഗീസ് നടുറോഡിൽ വെട്ടേറ്റ് മരിച്ച സംഭവം നമ്മളെയൊക്കെ വളരെ വേദനിപ്പിച്ചു. യഥാർത്ഥ ഒരു അന്വേഷണം നടന്നാൽ കുറ്റവാളികൾ അകത്താകും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആരൊക്കെ കുറ്റവാളികളെന്ന് അറിയാമായിരുന്നിട്ടും കേരളത്തിലെ പോലീസ് പലവട്ടം മാറി മാറി അന്വേഷിച്ചിട്ട് കുറ്റവാളികൾ പിടികെട്ടാതെ ഒളിഞ്ഞു നടന്നപ്പോൾ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ആ മലങ്കര വർഗീസിന്റെ പത്നി കോടതിയെ സമീപിച്ചു. കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിട്ടു. CBI അന്വേഷണത്തിന് ഉത്തരവിട്ട് 2 വർഷം കഴിഞ്ഞപ്പോൾ ഒന്നാം പ്രതിയെ അറസ്റ്റ് ചെയ്യാതെ രണ്ടാം പ്രതിയെ അറസ്റ്റ് ചെയ്ത ഒരു സാഹചര്യം സിമന്റ് ജോയി ജയിലിലായി. പക്ഷേ ഒന്നാം പ്രതിയെ അറസ്റ്റ് ചെയ്യുവാൻ ചിലരുടെ സ്വാധീനങ്ങൾക്ക് വഴങ്ങി മാറി നിൽക്കേണ്ട ഗതികേട് CBIക്ക് പോലും ഉണ്ടായി. അവിടെയാണ് നമുക്ക് വേണ്ടി സ്വാധീനം ചെലുത്തുവാൻ, ന്യായത്തിന് വേണ്ടി സംസാരിക്കുവാൻ, നീതിക്ക് വേണ്ടി സംസാരിക്കുവാൻ ഇവിടെ ആരുമില്ല എന്ന് ബോധ്യപ്പെട്ടത്. അപ്പോഴാണ് ഭാരതം സ്വതന്ത്രമായതിനു ശേഷം ഭാരതത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒന്നാം പ്രതിയായ ഒരാൾ ജയിലിൽ അടക്കപ്പെടാതെ, അറസ്റ്റ് ചെയ്യപ്പെടാതെ ഇന്ന് ഈ നാട്ടിൽ വിഹരിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് ഈ സമ്മേളനം വിളിച്ചു ചേർക്കുമ്പോൾ പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമനസ്സുകൊണ്ടാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. 2010 നവംബർ മാസം 1 മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കുതിച്ചുചാട്ടത്തിന്റെ തുടക്കം. കേരള പിറവി ദിനത്തിൽ മലങ്കര സഭയുടെ അധിപനായി സിംഹാസനാരോഹണം ചെയ്ത പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാബ തിരുമേനി, കുന്നംകുളം സ്വദേശി. കുന്നംകുളത്ത് നിന്ന് മലങ്കര സഭയ്ക്ക് ഇതിനു മുൻപ് മലങ്കര മെത്രാപ്പോലീത്തമാർ ഉണ്ടായിട്ടുണ്ട്. ഇന്നും അത് എല്ലാവരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുകയാണ്. പുലിക്കോട്ടിൽ തിരുമേനിമാർ. വളരെ പ്രതീക്ഷയോടെ മലങ്കര സഭയും കേരളവും നോക്കിക്കാണുന്നത് പരിശുദ്ധ കാതോലിക്ക ബാബയുടെ നേതൃത്വത്തിൽ മലങ്കര സഭ ഇന്ന് മുന്നേറുന്നതാണ്. കുന്നംകുളത്ത് നിന്ന് കോട്ടയത്ത് മലങ്കര സഭയുടെ ആസ്ഥാനത്തേക്കുള്ള വളർച്ച പരിശുദ്ധ കാതോലിക്ക ബാബയെ സംബന്ധിച്ചിടത്തോളം ദൈവാനുഗ്രഹത്തിൻ്റെതാണ്. സത്യത്തിനു വേണ്ടി നിലകൊള്ളുകയും നീതിക്ക് വേണ്ടി പോരാടുകയും ചെയ്യുന്ന മനസ്സാണ് തിരുമേനിയുടേത്. വലിയ ബാബ തിരുമേനിയോടൊപ്പം കഴിഞ്ഞ 3.5 വർഷക്കാലം വളരെ നല്ല നിലയിൽ മലങ്കര സഭയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ തിരുമേനിക്ക് സാധിച്ചു. ഇന്ന് ഒട്ടനവധി കാതോലിക്കമാർ കേരളത്തിൽ ഈ സ്ഥാനം ആഗ്രഹിച്ച് വരുന്നുണ്ട്. പക്ഷേ മലങ്കര സഭയുടെ അധിപൻ മാത്രമേ, കാതോലിക്ക സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന വിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന ഒരാൾ മാത്രമേ ഇന്ന് ഭാരതത്തിലുള്ളൂ. അത് മലങ്കര സഭയുടെ അധിപൻ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാബയാണ്. പരിശുദ്ധ ബാബ തിരുമേനിയെ നിങ്ങളേവരുടെയും പേരിൽ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിലേക്ക് തിരുമേനിയെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഭിവന്ദനായ സക്കറിയാസ് മാർ അപ്രയം തിരുമേനി പരിശുദ്ധ ബാബ തിരുമേനിയുടെ അസിസ്റ്റന്റായി സേവനമനുഷ്ഠിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദീർഘകാലം പരിശുദ്ധ വലിയ ബാബ തിരുമേനിയോടൊപ്പം സെക്രട്ടറിയായി പ്രവർത്തിച്ച് മലങ്കര സഭയ്ക്ക് എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുവാൻ തിരുമേനിക്ക് സാധിച്ചിട്ടുണ്ട്.
തിരുമേനി അടൂർ ഭദ്രാസനാധിപനായി ഇന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. നല്ല നിലയിലുള്ള പ്രവർത്തനമാണ് അടൂരിൽ നടക്കുന്നത്. അഭിമന്യനായ തിരുമേനിയുടെ പ്രവർത്തനം മലങ്കര സഭയ്ക്ക് വലിയ നേട്ടമാണ്. അഭിമന്യനായ അപ്രേം തിരുമേനിയെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. SNDP യോഗത്തിന്റെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യം കേരളത്തിന്റെ വലിയ മുന്നേറ്റത്തിന് ഇടയാക്കിയ ചരിത്രം നമുക്ക് ഓർമ്മ വരും. യാക്കോബായ സഭയുടെ കേസ് വാദിക്കുന്നതിനു വേണ്ടി കേരളത്തിലേക്ക് തിരുവിതാംകൂറിലേക്ക് വന്നയാളാണ് സർ CP രാമസ്വാമി അയ്യർ. പക്ഷേ യാക്കോബായ സഭയ്ക്ക് വേണ്ടി വാദിച്ച് കേസിൽ തോറ്റുപോയി. ആ സർ CP രാമസ്വാമി അയ്യർ പിന്നീട് തിരുവിതാംകൂറിന്റെ ദിവാനായി. 1932 ഒരു ഭരണഘടന ഭേദഗതി ബിൽ അവതരിപ്പിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുവാൻ സർ CP രാമസ്വാമി അയ്യരുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂർ രാജാവ് തീരുമാനിച്ചു. വോട്ടവകാശമുള്ളത് പണമുള്ളവർക്കും ഭൂസ്വത്തുള്ളവർക്കും മാത്രം. എന്നാൽ ഇവിടുത്തെ ക്രിസ്ത്യൻ, ഈഴവ, മുസ്ലിം സമുദായങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനെ എതിർത്തു. ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം വേണം. അത്തരത്തിൽ മുന്നേറിയപ്പോൾ ഇവിടെ തിരുവിതാംകൂർ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു വഴിത്തിരിവുണ്ടാക്കത്തക്ക തരത്തിൽ സംയുക്ത രാഷ്ട്രീയ സമിതിക്ക് കേരളത്തിൽ രൂപം കൊടുത്തു. 1933 തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് തീരുമാനിക്കുമ്പോൾ ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം നൽകിയില്ലെങ്കിൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയില്ല എന്ന് സംയുക്ത രാഷ്ട്രീയ സമിതിയുടെ തീരുമാനം വരുന്നു. ആ സംയുക്ത രാഷ്ട്രീയ സമിതിയുടെ തീരുമാനമെടുക്കുന്നത് തിരുവനന്തപുരത്തെ LMS ഗ്രൗണ്ടിലാണ്. ആ ഗ്രൗണ്ടിൽ ആ തീരുമാനമെടുത്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് നമ്മുടെ സഭയുടെ പ്രിയങ്കരനായ അൽമായ നേതാവായിരുന്ന യശശരീരനായ EJ ജോൺ ഇലഞ്ഞിക്കൽ. EJ ജോൺ വക്കീലായിരുന്നു എന്നുള്ളത് മലങ്കര സഭ ഇത്തരുണത്തിൽ ഓർക്കേണ്ടിയിരിക്കുന്നു. പിന്നീട് കോഴഞ്ചേരിയിൽ C കേശവൻ നടത്തിയ പ്രസംഗത്തെക്കുറിച്ച് ആളുകൾക്കറിയാം. പ്രസംഗം കഴിഞ്ഞ ഉടനെ C കേശവൻ ജയിലിലായി. സർ CP രാമസ്വാമി അയ്യർ വെറുതെ വിട്ടില്ല, ജയിലിലാക്കി. പക്ഷേ ജയിൽ മോചിതനായി വന്ന C കേശവന് ആലപ്പുഴയിൽ ഉജ്ജ്വലമായ സ്വീകരണം നടത്തിയപ്പോൾ ആ സ്വീകരണത്തിൽ അധ്യക്ഷത വഹിച്ചതും നമ്മുടെ സഭയുടെ അൽമായ നേതാവായിരുന്നു. ഇന്ന് നമ്മൾ ഈ ഓഡിറ്റോറിയത്തിൽ സമ്മേളിക്കുമ്പോൾ ആരുടെ നാമധേയത്തിലാണോ ഈ ഓഡിറ്റോറിയം ഉള്ളത്, അതെ, KC മാമൻ മാപ്പിളയുടെ അധ്യക്ഷതയിലായിരുന്നു അന്ന് ആലപ്പുഴയിൽ ആ സ്വീകരണം നടത്തിയത് എന്നുള്ളതും മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് അന്നുണ്ടായിരുന്ന ആ സമുദായ ഐക്യത്തിന്റെ സൂചനയാണ് നൽകുന്നത്. 1938 പിന്നീട് സ്റ്റേറ്റ് കോൺഗ്രസ് ഉണ്ടായി. ആ സ്റ്റേറ്റ് കോൺഗ്രസ് ഉണ്ടാകുന്നത് വരെ അതിന് പിന്നിൽ ഈ സമുദായ ഐക്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ ഇന്ന് SNDP യോഗത്തിന്റെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഇവിടെ ആഗതനായിരിക്കുമ്പോൾ അഖില കേരള ബാലജന സംഘത്തിലൂടെ വളർന്നു വന്ന സംഘടനാ പാഠവം കൈമുതലാക്കിയ ഒരു വലിയ സാമുദായിക നേതാവാണ് അദ്ദേഹം എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഈ അടുത്തയിടെ ആന്ധ്രയിൽ നിന്നൊരു മന്ത്രി അദ്ദേഹത്തെ കാണുവാൻ ചെന്ന വാർത്ത നമ്മൾ പത്രത്തിലൂടെ കണ്ടതാണ്. എന്തിനു വേണ്ടിയാണ് ആന്ധ്രയിൽ നിന്നുള്ള മന്ത്രി അദ്ദേഹത്തെ കാണുവാൻ ചെന്നത്? മൈക്രോ ഫിനാൻസ് പദ്ധതി എങ്ങനെ വിജയകരമായി നടത്തുന്നു എന്നുള്ളത് നേരിൽ പഠിക്കുന്നതിന് വേണ്ടിയാണ് അന്ന് ആന്ധ്രയിലെ മന്ത്രി കേരളത്തിൽ ഈ സാമുദായിക നേതാവിനെ കാണുവാനെത്തിയത് എന്നുള്ളത് നമ്മൾ ഇത്തരുണത്തിൽ ഓർക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സംഘടനാ പാഠവും എത്രമാത്രമുണ്ട് എന്നുള്ളത് വ്യക്തമാകും. ബഹുമാന്യനായ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവരുകളെ ഈ സമ്മേളനത്തിലേക്ക് നിങ്ങളേവരുടെയും പേരിൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ പാലക്കാട് MP ശ്രീ MB രാജേഷ് അവരുകൾ എത്തിച്ചേരും എന്ന് അറിയിച്ചിട്ടുണ്ട്. ട്രെയിൻ യാത്രയിലാണ്. ഇപ്പോൾ 15 മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തെ നിങ്ങളേവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം നമുക്കൊക്കെ TV-യിലൂടെ പരിചിതനാണ്. വളരെ നല്ല വാക്ചാതുര്യമുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന രാഷ്ട്രീയ നേതാവ് ശ്രീ MB രാജേഷ് അവരുകളെ നിങ്ങളേവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. കേരളത്തിന്റെ മുൻ മന്ത്രി
എപ്പോഴും TV-യിൽ നിറഞ്ഞു നിൽക്കുന്ന ചർച്ചാ അവസരങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ബഹുമാന്യനായ അടൂർ MLA ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ആമുഖമോ അവതരണമോ ആവശ്യമില്ലാത്ത ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവരുകളെ നിങ്ങളേവരുടെയും പേരിൽ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാമ്പാക്കുട സ്വദേശി, മലങ്കര സഭയുടെ പ്രിയങ്കരനായ വൈദിക ട്രസ്റ്റി, വളരെ ഉത്തരവാദിത്വത്തോടെ മലങ്കര സഭയുടെ വൈദിക ട്രസ്റ്റിയായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാന്യനായ ജോൺസ് എബ്രഹാം കോനാട്ടച്ചനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ സ്വാഗതം ചെയ്യട്ടെ. ശ്രീ MG ജോർജ് മുത്തൂറ്റ് അവറുകൾ, മുത്തൂറ്റ് സ്ഥാപനങ്ങളുടെ ചുമതലക്കാരൻ എന്നുള്ളതിനേക്കാൾ മലങ്കര സഭയുടെ അൽമായ ട്രസ്റ്റി എന്നുള്ളതിൽ അഭിമാനം കൊള്ളുന്ന ബഹുമാന്യനായ ശ്രീ MG ജോർജ് മുത്തൂറ്റിനെ നിങ്ങളേവരുടെയും പേരിൽ സ്വാഗതം ചെയ്യട്ടെ. ഇന്ന് ഇവിടെ പത്മശ്രീ ഡോക്ടർ കുര്യൻ ജോൺ മേളാമ്പറമ്പിലും നമ്മുടെ സ്വീകരണം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മലങ്കര സഭയുടെ അരുമസന്താനം, വളരെ ദീർഘകാലമായി പാവപ്പെട്ടവർക്ക് വേണ്ടി തന്റെ ലാഭം മാറ്റിവെക്കുന്ന, കോടിക്കണക്കിന് രൂപ വർഷം തോറും ചികിത്സാ സഹായത്തിനും മറ്റ് നിർധനരുടെ സഹായത്തിനുമായി മാറ്റിവെച്ചിരിക്കുന്ന ബഹുമാന്യനായ പത്മശ്രീ ഡോക്ടർ കുര്യൻ ജോൺ മേളാമ്പറമ്പിലിനെ നിങ്ങളേവരുടെയും പേരിൽ സ്വാഗതം ചെയ്യട്ടെ. ഇവിടെ ഉപവിഷ്ടനായിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബാബു ജോർജ് അവറുകൾ. ഒരു കാലത്ത് ഞാനൊക്കെ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ എന്നും പത്രത്തിൽ പടവും വാർത്തയും വരും. ബാബു ജോർജ് KSUവിന്റെ ഏക ജനറൽ സെക്രട്ടറിയാണ്. ഇന്ന് ഒരുപാട് സെക്രട്ടറിമാരുണ്ട്, പക്ഷേ അന്ന് ഒരു ജനറൽ സെക്രട്ടറിയെ KSUവിനുള്ളൂ. അന്ന് KSUവിന്റെ ജനറൽ സെക്രട്ടറിയായി വന്നു. പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി, ഇന്ന് KPCC പ്രസിഡന്റായിരിക്കുന്ന രമേശ് ചെന്നിത്തല യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായിരിക്കുമ്പോൾ വൈസ് പ്രസിഡന്റായിരുന്നയാൾ. അദ്ദേഹത്തിന്റെ കൂടെ വന്നവരും കൂടെ പ്രവർത്തിച്ചവരും പിന്നാലെ വന്നവരുമൊക്കെ MLA-മാരും മന്ത്രിമാരും MP-മാരുമായി. പക്ഷേ ബാബു ജോർജ് എവിടെയോ തഴയപ്പെട്ടു. ഇതാ ശക്തമായ ഉയർത്തെഴുന്നേൽപ്പ് ബാബു ജോർജ് നടത്തി. ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. തീർച്ചയായും മലങ്കര സഭയുടെ, ഓർത്തഡോക്സ് സഭയുടെ ഈ അരുമ സന്താനത്തെ അന്ന് സഭ ഇദ്ദേഹത്തിന് വേണ്ടി സംസാരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഇദ്ദേഹം ഒരു മുൻ മന്ത്രിയെന്നോ മന്ത്രിയെന്നോ അറിയപ്പെടുന്ന തരത്തിലേക്ക് മാറുമായിരുന്നു, വളരുമായിരുന്നു എന്നുള്ളതിന് തർക്കമില്ല. ബഹുമാന്യനായ ശ്രീ ബാബു ജോർജ് ഇന്ന് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റായി, വളരെ നല്ല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി വളരെ സ്തുത്യർഹമായ സേവനമാണ് അനുഷ്ഠിക്കുന്നത്. ബഹുമാനപ്പെട്ട ശ്രീ ബാബു ജോർജ് അവരുകളെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ശ്രീ സണ്ണി കല്ലൂർ ഉപവിഷ്ടനാണ്. കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ സണ്ണി കല്ലൂർ. നമുക്കറിയാം, 2 വർഷത്തിന് മുമ്പ് നമ്മൾ ഇവിടെ ഒരു സമ്മേളനം നടത്തുന്നതിനു വേണ്ടി കോട്ടയത്ത് ആഗ്രഹിച്ചിറങ്ങിയപ്പോൾ നമുക്കൊരു ഗ്രൗണ്ട് പോലും തരാതെ നമ്മളെ മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ ഇതാ അടുത്ത തെരഞ്ഞെടുപ്പിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അരുമസന്താനം കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വളരെ വലിയ ഒരു കാഴ്ചയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ബഹുമാന്യനായ ശ്രീ സണ്ണി കല്ലൂരിനെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ശ്രീ കോശി M. കോശി ഈ സദസ്സിൽ ഉപവിഷ്ടനാണ് എന്നെനിക്കറിയാം. ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒന്ന് കണ്ടതല്ലാതെ ഇതിനു മുമ്പ് അദ്ദേഹത്തെ എനിക്ക് പരിചയമില്ലായിരുന്നു. പക്ഷേ ഇവിടെ ആ കാര്യം കൂടി പറയാതെ പോയാൽ ഇവിടെ ഇരിക്കുന്നവർ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാതെ പോകുമെന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ പറ്റി ഒന്ന് പരാമർശിച്ചു പോവുകയാണ്. ശ്രീ കോശി M. കോശി മാവേലിക്കര സ്വദേശി, ആലപ്പുഴ ജില്ലയിൽ കോൺഗ്രസിന്റെ പ്രവർത്തകൻ, നിരവധി തവണ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. ഈ കഴിഞ്ഞ കുറെ കാലം ആലപ്പുഴ DCCയുടെ ആക്ടിംഗ് പ്രസിഡന്റായിരുന്നു. പക്ഷേ ആലപ്പുഴ ജില്ലയിൽ DCC പ്രസിഡന്റിനെ നിശ്ചയിക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ ഏതു ജില്ലയിൽ ആക്ടിംഗ് പ്രസിഡന്റുമാരിരുന്നാലും അവിടെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിരിക്കുന്ന ആളിനെ DCC പ്രസിഡന്റ് ആക്കുകയാണ് പതിവെങ്കിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അംഗമായതുകൊണ്ടാകാം അദ്ദേഹത്തെ മാറ്റി നിർത്തിയ ഒരു സാഹചര്യം ഉണ്ടായി. ഞാൻ അദ്ദേഹത്തിന്റെ ടെലിഫോൺ നമ്പർ എടുത്തു. ആരൊക്കെയോ പറഞ്ഞ് കാര്യം പറഞ്ഞ് അദ്ദേഹത്തിന്റെ ടെലിഫോൺ നമ്പർ ഞാൻ എടുത്തു. ആ ടെലിഫോൺ നമ്പറിൽ വിളിച്ച് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട സെക്രട്ടറി, എനിക്ക് എൻ്റെ പിതാവ് എന്നെ പറഞ്ഞ് പഠിപ്പിച്ച ഒന്നുണ്ട്, മലങ്കര സഭയുണ്ട്, ഒന്നും നീ നേടുവാൻ പോകരുത്. അതുകൊണ്ട് ഇന്നുവരെ
ഞാൻ മലങ്കര സഭയുടെ ഒരു സഹായത്തിനായി വന്നിട്ടില്ല, പക്ഷേ ഞാൻ മലങ്കര സഭയുടെ ഒരു അംഗമായതുകൊണ്ട് ചവിട്ടി മെതിക്കപ്പെടുന്ന സാഹചര്യമാണ് ഇവിടെ ഉള്ളത് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചുവെങ്കിൽ വളരെ ദണ്ണം തോന്നിയ അവസരമായിരുന്നു. അതിന് പകരക്കാരെയൊക്കെ കൊണ്ടുവന്നത് മറ്റ് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയായിരുന്നു. ഏതായാലും ഇത് എല്ലാവരുടെയും ശ്രദ്ധയിൽ പെടുത്തുന്നതിന് വേണ്ടി മാത്രം ഇവിടെ ഒന്ന് പറഞ്ഞുപോയി. ബഹുമാനപ്പെട്ട ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ കോശിയം കോശിയെയും സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, മുനിസിപ്പൽ കൗൺസിലർമാർ, മുനിസിപ്പൽ ചെയർമാൻമാർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന കോർപ്പറേഷൻ അംഗങ്ങൾ എല്ലാവരെയും വളരെ ഹാർദമായി മലങ്കര സഭയുടെ പേരിൽ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായിരിക്കുന്ന ബഹുമാനപ്പെട്ടവർ, ഇവിടെ ശ്രീ എ കെ ജോസഫിന്റെയും പ്രൊഫസർ മാത്യു ജേക്കബിന്റെ നേതൃത്വത്തിൽ ഇവിടെ വേണ്ട ക്രമീകരണങ്ങളൊക്കെ ഇവിടെ ചെയ്തു. ബഹുമാനപ്പെട്ട മോഹൻ ജോസഫ് അച്ഛൻ ഇതിന്റെ ചുമതലക്കാരനായി ഇവിടെ പ്രവർത്തിക്കുന്നു. എല്ലാവരെയും ഈ സമ്മേളനത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.